വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് റോയൽ എൻഫീൽഡിൻ്റെ എക്സ്ക്ലൂസീവ് ബൈക്കായ മെറ്റോ 350യുടെ ലോഞ്ചിങ് ആയിരുന്നു. ലോഞ്ചിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റോയൽ എൻഫീൽഡ് മെറ്റോ 350യുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ പ്ലസ് ഒരു ഓവറോൾ വാക്ക് അറൗണ്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. ഫയർബോൾ, സ്റ്റെല്ലാർ, അതേപോലെ സൂപ്പർനോവ എന്നിങ്ങനെ 3 ഓപ്ഷനിലാണ് മെറ്റോ 350 ഇറങ്ങുന്നത്. നമ്മുടെ കയ്യിലുള്ള ബൈക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഹൈ എൻഡ് മോഡലായ സൂപ്പർനോവയാണ്. അപ്പോൾ സൂപ്പർനോവയുടെ വിശേഷങ്ങൾ എന്തൊക്കെയുള്ളത് കാണാം. BS6 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് മെറ്റോ 350ക്ക് കൊടുത്തേക്കുന്നത്. ന്യൂ മോഡൽ എഞ്ചിനാണ്, ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. ലോങ് സ്ട്രോക്ക് ആയതുകൊണ്ട് തന്നെ ലോ RPMൽ നമുക്ക് ഹൈ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് നല്ല രീതിക്ക് തന്നെ വലിയ ഗിയർ ഉണ്ടെങ്കിലും നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റും. ഒരു പ്രശ്നത്തിലുള്ള വണ്ടി മുട്ടുന്ന പ്രശ്നം അങ്ങനത്തെ ഒന്നും വരില്ല. ന്യൂ ബാഡ്ജിങ്ങും കാണാം റോയൽ എൻഫീൽഡിൻ്റെ എഞ്ചിന്മേലായിട്ട്. ഓയിൽ കൂൾഡ് എഞ്ചിനാണ്, അതേപോലെ FI മോട്ടറോടുകൂടി വരുന്ന എഞ്ചിനാണ്. 20.2 BHP 27 Nm ഓഫ് ടോർക്കാണ് ഇതിൻ്റെ പവർ എന്ന് വരുന്നത്. സിയറ്റിൻ്റെ ടയേഴ്സാണ് തരുന്നത്. 190 സൈസിലാണ് ഫ്രണ്ട് ടയർ വരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മാറ്റർ എന്താണെന്ന് വെച്ചാൽ ട്യൂബ്ലെസ് ടയേഴ്സാണ് നമ്മൾ ഈ മെറ്റോ 350ക്ക് വന്നേക്കുന്നത്. ഇനിയുള്ള എൻഫീൽഡിൻ്റെ എല്ലാ വണ്ടിയിലും നമുക്ക് ട്യൂബ്ലെസ് ടയേഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ അവർ സ്റ്റാൻഡേർഡായിട്ട് അലോയ് വീൽസും ഡുവൽ ചാനൽ ABSും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അലോയ് വീൽസിൽ നമുക്ക് വൈറ്റ് സ്ട്രിപ്സ് സെൻറ്ററിലൂടെ പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് ഈ അലോയ് വീൽസിന് തന്നെ നൽകാൻ കഴിയുന്നുണ്ട്. 300 mm ഫ്രണ്ട് ഡിസ്ക് സൈസാണ് വരുന്നത്. ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് നമുക്ക് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. റിയർ സസ്പെൻഷനായിട്ട് നമുക്ക് ട്വിൻ സ്പ്രിങ്സ് ആണ് വന്നേക്കുന്നത്. അത് 6 വേ അഡ്ജസ്റ്റബിൾ ആണ്. അതേപോലെ സിയറ്റിൻ്റെ സെയിം ടയേഴ്സ് തന്നെയാണ്. 140/70 സൈസിലാണ് നമുക്ക് ടയർ വരുന്നത്. 270 mm ഡിസ്ക് സൈസ് നമുക്ക് റിയറിലായിട്ട് വരുന്നുണ്ട്. മെറ്റോ 350യുടെ ഒരു ബാഡ്ജിങ് നമുക്കവിടെ കാണാൻ സാധിക്കും. അതേപോലെ ന്യൂ മോഡൽ എഞ്ചിനാണ് നമുക്ക് വന്നേക്കുന്നത്. 41 mm ടെലിസ്കോപ്പിക് ഫോർക്ക് തന്നെയാണ് ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ന്യൂ മോഡൽ ചേസിസ് ആണ് നമുക്ക് വന്നേക്കുന്നത്. എഞ്ചിന് ചേസിസായിട്ട് ഹഗ് ചെയ്തിരിക്കുന്ന രൂപത്തിലുള്ള ന്യൂ മോഡൽ ചേസിസ് ആണ്. ഇത് വളരെ ലൈറ്ററായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഹൈ സ്പീഡിലൊക്കെ നമുക്ക് നല്ല സ്റ്റെബിലിറ്റിയും അതേപോലെ വൈബ്രേഷൻസ് കുറക്കാൻ ഒരുപാട് ഈ ചേസിസ് ഹെൽപ്പ് ചെയ്യുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ്ങോട് കൂടി അത്യാവശ്യം നല്ല വീതിയും വലുപ്പമുള്ള ബാക്ക് റെസ്റ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് സൂപ്പർനോവ മോഡലാണ്. അതുപോലെ സ്റ്റെല്ലാർ എന്നിങ്ങനെ മോഡലുകൾ മാത്രമേ ബാക്ക് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഫയർബോൾ എന്നുള്ള ബേസ് മോഡലിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സീറ്റിൻ്റെ കംഫർട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ജെല്ലോട് കൂടി മിക്സ് ചെയ്തിട്ടുള്ള സീറ്റ് തന്നെയാണ് വരുന്നത്. സെയിം തണ്ടർബേർഡിൻ്റെ സീറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെയിൽ ലാമ്പാണ് വരുന്നത്. റെട്രോ സ്റ്റൈൽ ടെയിൽ ലാമ്പാണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സിൽ വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ നമ്പർ പ്ലേറ്റ് ട്രയും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ടാങ്കിൽ വന്നേക്കുന്ന റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് ഒരു റെട്രോ ലുക്ക് തന്നെ ഉണർത്തുന്നുണ്ട്. ട്രംഫ് ബോൺവില്ല സീരീസിലൊക്കെ കാണപ്പെടുന്ന രൂപത്തിലുള്ളൊരു ഡിസൈൻ തന്നെയാണ് റോയൽ എൻഫീൽഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് നിൽക്കുന്നത്. മെറ്റോ 350യുടെ ടാങ്ക് കപ്പാസിറ്റി വന്നിരിക്കുന്നത് 15 ലിറ്ററാണ്. ടാങ്കിൻ്റെ ഓപ്പണിംഗ് ലിഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫുള്ള് ക്രോം ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത്. കീയും കാര്യങ്ങളൊക്കെ ഇൻ്റർസെപ്റ്ററിൻ്റെ സെയിം ടൈപ്പ് കീ തന്നെയാണ് മെറ്റോ 350ൽ വന്നേക്കുന്നത്. റൗണ്ട് ഹെഡാണ് മെറ്റോ 350ക്ക് വന്നേക്കുന്നത്. ഹാലജൻ ബൾബാണ് കൊടുത്തേക്കുന്നത്. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പിൻ്റെ ഒരു മിസ്സിങ് അവിടെ കാണുന്നുണ്ട്. അതേപോലെ ഹെഡ്ലൈറ്റിൻ്റെ മേലെ എന്ന് പറഞ്ഞാൽ നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് കാണാം. അതേപോലെ DRLും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാർ ഗ്രിപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ റെട്രോ ലുക്ക് ഉണർത്താൻ പറ്റുന്ന റോട്ടറി ടൈപ്പ് സ്വിച്ചസും കാര്യങ്ങളൊക്കെ തന്നേക്കുന്നത്. പാസ് ലൈറ്റ്, ഹൈ ബീം, ലോ ബീം എന്നിങ്ങനെ ഉള്ള സ്വിച്ചസിനും ഫുള്ള് റോട്ടറി ടൈപ്പ് സ്വിച്ചാണ് നിൽക്കുന്നത്. ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചിനും ഹോണിനും നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാലും ഒന്നും കൂടെ പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എഞ്ചിൻ കിൽ സ്വിച്ച് നമുക്ക് വന്നേക്കുന്നത് റോട്ടറി ടൈപ്പ് സ്വിച്ച് തന്നെയാണ്. റെഡ് കളറിലാണ് തന്നേക്കുന്നത്. ഇവിടെ നമുക്ക് എഞ്ചിൻ ഓൺ ഓഫ് കാണാം. ഇഗ്നിഷനും സെയിം രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് അവിടെ ഒരു 4 ഇൻഡിക്കേറ്റർ ഹസാർഡ് ലൈറ്റിന് നമുക്കൊരു സ്വിച്ച് നമുക്ക് എക്സ്ട്രാ അഡീഷൻ ആയിട്ട് വരുന്നുണ്ട്. പുതുതായിട്ട് വന്ന ട്രിപ്പ് നാവിഗേഷൻ മീറ്റർ നമുക്ക് ഈ മെറ്റോ 350ൽ കാണാം. നമുക്ക് തുറക്കുമ്പോൾ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ്, അതേപോലെ ഹെൽമെറ്റിൻ്റെ പ്രിക്കോഷൻസ് ഇടാനുള്ള, അതേപോലെ വോൾട്ട്, ടൈം കാര്യങ്ങളൊക്കെ കാണാം. ഇതൊരു മീഡിയ തന്നെയാണ്. ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുമായിട്ട് നമുക്ക് ബ്ലൂടൂത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കണക്ട് ചെയ്യാം. ഇത് ബിൽഡ് വിത്ത് ഗൂഗിൾ സിസ്റ്റമാണ്. ഗൂഗിളിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് മാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഓണാക്കുകയെന്നുണ്ടെങ്കിൽ നാവിഗേഷൻ നമുക്ക് ഇതിൽ കിട്ടും. അങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല ഫോർവേഡായിട്ടുള്ള തിങ്കിങ് തന്നെയാണ് എൻഫീൽഡ് ഇതിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. കാണാൻ വളരെ വ്യത്യസ്തമായ നല്ല ഭംഗിയോട് കൂടി തോന്നുന്നൊരു മീറ്റർ തന്നെയാണ് നമുക്ക് മെറ്റോ 350 തന്നേക്കുന്നത്. ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരേ ഒരു കാര്യം എന്നുള്ളത് RPM മീറ്ററാണ്. പക്ഷേ ഒരു ക്രൂസർ ടൈപ്പ് ബൈക്കിന് ഒരു RPM മീറ്ററിൻ്റെ ഒരു അഡ്വാൻറ്റേജും കാര്യങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും അത് ആഡ് ചെയ്യാമായിരുന്നു. നല്ല കളർ കോമ്പിനേഷനിൽ ചെയ്തേക്കുന്ന ഡിസ്പ്ലേ തന്നെയാണ് മെറ്റോ 350ക്ക് ഇവിടെ വന്നേക്കുന്നത്. നമുക്ക് സ്പീഡോമീറ്റർ km/hലും മൈൽസ് പെർ ഹവറിലും നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ന്യൂട്രലിൻ്റെ ലൈറ്റ് നമുക്ക് കാണാം.
ഒരു ഫ്യൂൽ ഗേജ് ഇൻഡിക്കേറ്റർ കാണാം, അതേപോലെ ഒരു എക്സ്ട്രാ ടൈമിൻ്റെ ഇത് വരുന്നുണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ട്രിപ്പ് എ, ട്രിപ്പ് ബി, അതുപോലെ തന്നെ ട്രിപ്പ് എഫ്, അതായത് റിസർവ് എന്നുള്ളതുണ്ട്, അതുപോലെ ഫ്യൂൽ വാർണിംഗ് ലൈറ്റ് കാണുന്നുണ്ട്, ബാറ്ററി വാർണിംഗ് ലൈറ്റ് ഉണ്ട്, അതേപോലെ ABS ലൈറ്റ് ഉണ്ട് എന്ന് തുടങ്ങിയ എല്ലാ രീതിയിലുള്ളൊരു മറ്റേ ടാക്കോമീറ്റർ ഒഴികെ ബാക്കി എല്ലാ തന്നെ ഇതിലുണ്ട്. മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് നമുക്ക് ഹാൻഡിൽ ബാറിലാണ് കൊടുത്തിരിക്കുന്നത്. അധിക വണ്ടിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മീറ്ററിൻ്റെ അടുത്തൊരു ചെറിയ സ്വിച്ചാണ്. ഈ സ്വിച്ച് വളരെ കംഫർട്ടും കാര്യങ്ങളും തരുന്നുണ്ട്. ന്യൂ മോഡൽ ഫുഡ് പെക്സ് ആണ് വന്നേക്കുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് നമുക്ക് അവിടെ ഫുഡ് പെക്സ് മേൽ കാണാം. എല്ലാം വളരെ പ്രീമിയമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർവേഡ് ഫുഡ് പെക്സ് ആണ്, നമുക്ക് ലോവർ സീറ്റ് ഹൈറ്റും ഫോർവേഡ് ഫുഡ് പെക്സും ആണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ അപ്രൈറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ക്രൂസർ ടൈപ്പ് കംഫർട്ട് നമുക്ക് വെഹിക്കിളിന് തരുന്നുണ്ട്. അധികം മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് എക്സ്ഹോസ്റ്റ് വന്നേക്കുന്നത്. എക്സ്ഹോസ്റ്റും ബെൻഡ് പൈപ്പും അതുപോലെ എക്സ്ഹോസ്റ്റും മെറ്റിയോറിൻ്റെത് വളരെ മൈനറായിട്ടുള്ള ചേഞ്ചസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഈ കാണുന്ന ഓപ്ഷനാണ് മെറ്റിയോറിൻ്റെ സ്റ്റെല്ലർ എന്നുള്ള ഓപ്ഷൻ. ഇത് മിഡ് ഓപ്ഷനാണ്, അതായത് ആക്സറീസിലും കാര്യങ്ങളും മാത്രമേ മാറ്റങ്ങൾ വരുള്ളൂ. അതേപോലെ പെയിൻറ്റിങ്സിലും സ്റ്റിക്കേഴ്സിലും. അതുപോലെ തന്നെ ഫയർബോൾ എന്നുള്ള ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു മോഡലാണ് ഈ കാണുന്നത്. മെറ്റിയോ 350യുടെ ടെസ്റ്റ് ഡ്രൈവ്സ് അതുപോലെ തന്നെ ബുക്കിംഗ്സ് എന്തെങ്കിലും ക്വയറിയൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ APC മോട്ടോഴ്സ് വെള്ളോമ്പ്രം അവിടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. മെറ്റിയോ 350യുടെ വാക്ക് അറൗണ്ട് റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. മെറ്റിയോ 350യുടെ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ ഞാനിവിടെ അടുത്ത് തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് അജ്മൽ മുഹമ്മദ് സൈനിങ് ഓഫ്. ബൈ.